സർക്കാരിന്റെ ഉള്ളിലും പുറത്തും ചപ്പൻ ചവറും മാത്രം നിറഞ്ഞാടിയിരുന്ന 2016 മുൻപുള്ള ആ കറുത്ത കാലം. കോൺഗ്രസ് നേതൃത്വം നൽകിയ UDF സർക്കാർ മാലിന്യ സംസ്കരണത്തിൽ സമ്പൂർണ്ണ പരാജയമായിരുന്നു. കേരളത്തെ ഒരു മാലിന്യ കൂമ്പാരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അക്കാലത്ത് വിളപ്പിൽശാല മുതൽ ബ്രഹ്മപുരം വരെ കുന്നുകൂടിയ അഴുക്കിനെതിരെ നാട് തെരുവിലിറങ്ങി. ഭരണാധികാരികളുടെ നിസ്സംഗതയും അഴിമതിയും കാരണം തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള 8 ജില്ലകളിൽ ഒരു ആഭ്യന്തര യുദ്ധത്തിന് സമാനമായ സാഹചര്യമാണ് നിലനിന്നിരുന്നത്. മാലിന്യം എവിടെ തള്ളണമെന്നറിയാതെ ജനങ്ങൾ ശ്വാസം മുട്ടിയ ആ നാളുകൾ UDFന്റെ കെടുകാര്യസ്ഥതയുടെ തെളിവായി. 2016 പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ അധികാരമേറ്റതോടെ കേരളം ശുചിത്വത്തിന്റെ പുതിയ പാത വെട്ടിത്തെളിച്ചു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിലൂടെ വെറും 2 വർഷം കൊണ്ട് 1034 തദ്ദേശ സ്ഥാപനങ്ങളിൽ 1027 എണ്ണവും ഇന്ന് മാലിന്യമുക്തമായി കഴിഞ്ഞു. വീടുകളിൽ നിന്നുള്ള മാലിന്യ ശേഖരണം 89% കുതിച്ചുയർന്നു. പതിറ്റാണ്ടുകളായി കുന്നുകൂടിയ ബ്രഹ്മപുരത്തെയും കുഴിക്കണ്ടത്തെയും ലെഗസി വേസ്റ്റ് നീക്കം ചെയ്ത് അവിടെ ഫുട്ബോൾ ടർഫുകളും ഹരിതവനങ്ങളും ഒരുക്കി ഭൂമി തിരിച്ചുപിടിക്കുന്ന വിസ്മയത്തിനാണ് നാം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. വൃത്തി 2025 എന്ന അന്താരാഷ്ട്ര കോൺക്ലേവിലൂടെ 2900 കോടി രൂപയുടെ ഭീമമായ നിക്ഷേപമാണ് പിണറായി സർക്കാർ ഈ മേഖലയിൽ ഉറപ്പാക്കിയത്. ചന്തകളും പൊതുസ്ഥലങ്ങളും 95% ഹരിത പദവി കൈവരിച്ചതോടെ വൃത്തിയുള്ളതും ആരോഗ്യപൂർണവുമായ ഒരു പുതിയ കേരളം യാഥാർത്ഥ്യമാവുകയാണ്. വാക്കുകളിലല്ല, പ്രവൃത്തിയിലാണ് വികസനമെന്ന് ഈ സർക്കാർ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു.